നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലുമുളച്ചാൽ അവന് അതും ഒരു തണല് എന്ന നിലയിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ആസനത്തിൽ മുളച്ച ആലാണ് വക്കീൽ കുപ്പായം. അതിന്റെ തണലിൽ എന്തു പറഞ്ഞാലും ജനം വിശ്വസിക്കുമെന്ന വിഡ്ഢി കൂഷ്മാണ്ഡമാണ് അയാളിപ്പോൾ. കോൺഗ്രസ് ആരെ എവിടെ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് അങ്ങേരാണ്. കേട്ടു നോക്കാം. പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും സീറ്റിൽ നിർത്തണമായിരുന്നു. അതല്ലെങ്കിൽ അദ്ദേഹത്തെ മലപ്പുറം ജില്ലയിലെ തവന്നൂരോ പൊന്നാനിയിലോ നിർത്തണമായിരുന്നു. ഇത് രണ്ടും ചെയ്യാതെ ഇദ്ദേഹത്തെ തൃക്കരിപ്പൂര് കൊണ്ട് ഇവിടെ അക്രമമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ആരോടും ചെയ്യാൻ പാടില്ല, ശത്രുക്കളിനോട് ചെയ്യാൻ പാടില്ല. തൃക്കരിപ്പൂര് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച നമ്മുടെ MP ജോസഫ് എന്ന് പറഞ്ഞ ഒരു പഴയ IAS ഉദ്യോഗസ്ഥൻ, നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു, KM മാണിയുടെ മകളുടെ ഭർത്താവ്. അദ്ദേഹം തൃക്കരിപ്പൂര് പോയി മത്സരിച്ചതിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, തൃക്കരിപ്പൂര് അനുഭവങ്ങൾ. അതിന്റെ പ്രകാശനത്തിന് ഞാനും പോയിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ 2 കോപ്പിയുണ്ട്. ഒരു കോപ്പി സന്ദീപ് വാര്യർക്ക് കൊടുക്കരുത്. ഇയാളൊരു CPI കാരനായിരുന്നു എന്നാണ് എന്റെ ധാരണ. പക്ഷേ ഇപ്പോൾ ചാണകത്തിൽ വീണ് ദുർഗന്ധമാണ് വരുന്നത്. മുമ്പ് കുറേയൊക്കെ നേരും നെറിയുമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. കുറച്ചു കാലമായിട്ട് അതൊക്കെ പോയി ഒരു ഊളച്ചൂരാണ്. പൊട്ടക്കിണറ്റിലെ തവളയുടെ ലോകമാണ് അങ്ങേർക്ക്. തനിക്കറിയുന്നതിലപ്പുറം മറ്റാർക്കും ഒന്നും അറിയില്ലെന്നാണ് അങ്ങയുടെ വെപ്പ്. അങ്ങനെയുള്ള ഒരു ധാർഷ്ട്യവും പരിഹാസവുമാണ് എപ്പോഴും അയാളുടെ വാക്കുകളിൽ. താൻ പറയുന്നതാണ് ലോകം മനസ്സിലാക്കേണ്ടതെന്നും ഇല്ലെങ്കിൽ എല്ലാവരും വിഡ്ഢികളാകുമെന്നുമാണ് അങ്ങയുടെ തോന്നൽ. മുമ്പ് അറിവ് മൂത്ത് ഭ്രാന്താവുന്നവരുണ്ടായിരുന്നു അത്രേ. ആ അവസ്ഥയാണ് ജയശങ്കർ വക്കീലിന്. സന്ദീപ് വാര്യരെ പാലക്കാടോ പൊന്നാനിയോ മലപ്പുറത്തോ നിർത്തണമായിരുന്നു എന്നാണ് കവടി നിരത്തി മൂപ്പര് കണ്ടത്. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കരുതെന്നും അങ്ങനെ മത്സരിച്ചാൽ ഗുളികന്റെ അപഹാരം നിമിത്തം നാശനഷ്ടങ്ങൾ അനവധി ഉണ്ടാകുമെന്നുമാണ് ശങ്കരൻ വക്കീൽ കവടി വെച്ച് കണ്ടത്. ഇതറിഞ്ഞ് സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് ഒരു ഓട്ടമായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ നിന്ന് കിട്ടിയ ഉറുക്കും ഏലസുമെല്ലാം മരയിലും കഴുത്തിലും കിടിതാമണിയിലും എല്ലാം കെട്ടിവെച്ചാണ് തൃക്കരിപ്പൂരിൽ എത്തിയതും ജയിച്ചതും. സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ നിന്നും അന്തസ്സായി ജയിച്ചപ്പോൾ ശങ്കരൻ വക്കീലിന് വല്ലാത്തൊരു ജ്വരം. നല്ല ഗോമൂത്രത്തിൽ ഉണങ്ങിയ ചാണകമണികൾ അരച്ചു നൽകിയിട്ടും ഭേദമാകാതെ വന്നപ്പോൾ സന്ദീപ് വാര്യർ തന്നെ ഒരു വൈദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടത്രേ. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ തവണ തൃക്കരിപ്പൂരിൽ മത്സരിച്ച MP ജോസഫ് എന്ന ഒരു IAS കാരൻ എഴുതിയ ഒരു പുസ്തകമുണ്ടത്രേ, തൃക്കരിപ്പൂരിലേക്ക് ആരും പോകരുതെന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ 2 കോപ്പികൾ ശങ്കരൻ വക്കീലിന്റെ അടുത്തുണ്ടെന്നാണ് ശങ്കരൻ വക്കീൽ പറയുന്നത്. അതിലൊന്നാണല്ലോ മൂപ്പര് സന്ദീപ് വാര്യർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞത്. ആ പുസ്തകത്തിൽ ഒന്നെടുത്ത് ആസനത്തിൽ തിരികെ പുതപ്പിട്ട് മൂടി നന്നായി ഒന്ന് ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ശങ്കരൻ വക്കീലിന് എന്നാണ് നമ്മുടെ സന്ദീപ് വാര്യർ പറയുന്നത്.